സാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനോയ് സാർ, ഷിസി സാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു ഓണം സമാഗതമായിരിക്കുകയാണ്. വളരെ വിഷമത്തോടുകൂടി, കാരണം നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ തന്നെ നമ്മുടെ 4-5 പേരന്റ് നമ്മെ വിട്ടുപോയി. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ അധ്യാപകനായിരുന്ന നമ്മുടെ ബോബി സാർ നമ്മെ വിട്ടുപോയി. അതുപോലെ ഇന്ന് നമ്മുടെ നേരത്തെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ ഇന്ന് നമ്മെ വിട്ടുപോയി. 4-5 ദിവസത്തിന് മുമ്പ് ഭയങ്കര ആക്റ്റീവായിരുന്ന ടീച്ചറാണ് ഇന്ന് നമ്മെ വിട്ടുപോയത്. വളരെ വിഷമകരമായ ഒരവസ്ഥയാണ്. നാളെ നമ്മൾക്ക് എന്താവും, നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. നമ്മളെ ഏതൊക്കെ അസുഖം ബാധിച്ചെന്നോ, നമ്മൾ നാളെ എന്താവുമെന്നും അറിയാൻ പറ്റാത്ത ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും മതേതരത്വത്തിന്റെയും ഒരു നേർക്കാഴ്ചയാണ്. മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കേരളം ഒരു മാതൃകയാണ്. നമ്മൾ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കും. നമ്മൾ ഓണമായാലും ക്രിസ്മസ് ആയാലും നബിദിനമായാലും ഈസ്റ്റർ ആയാലും നമ്മുടെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കും. അതൊരു മാതൃക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ആബേലച്ചൻ പണ്ട് നമ്മുടെ കലാഭവന്റെ നിർമ്മാതാവ് ആബേലച്ചൻ പറഞ്ഞതുപോലെ, നമുക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം എന്ന് ആബേലച്ചൻ പാടിയ ഈശ്വരനെ തേടി എന്ന ആ ഒരു പാട്ട് നമ്മൾ ഓർമ്മ വരുന്നു. നമുക്ക് സ്നേഹമാണ്, നമ്മുടെ സ്നേഹത്തോടെ കഴിയാം, നമ്മുടെ സാഹോദര്യം നിലനിർത്താം, നമ്മുടെ സഹോദര ബന്ധം നിലനിർത്താം. എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ജീവിച്ച് നാളെ നമ്മൾ ആരൊക്കെ ഉണ്ട് എന്ന് അറിയാൻ വയ്യാത്ത ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്നേഹത്തോടെ സാഹോദര്യത്തോടു കൂടി സഹകരിക്കണം. നമുക്ക് ഞാനെന്ന ഭാവമില്ല, നമുക്ക് ഈഗോ ഇല്ല, നമുക്ക് ഒറ്റക്കെട്ടാണ്. നമ്മൾ മലയാളികൾ, നമ്മൾ കേരളീയർ, നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ അധ്യാപകരെ സ്നേഹിക്കണം, നമ്മുടെ രക്ഷകർത്താക്കളെ സ്നേഹിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, എത്രയോ അനാഥ മന്ദിരത്തിൽ രക്ഷകർത്താക്കളെ കൊണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങളിൽ ആരും തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥിതി വരുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷകർത്താക്കളെ ഒരു കാരണവശാലും അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കുകയോ അവരുടെ സ്നേഹം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. അതുപോലെ തന്നെ അധ്യാപകരായാലും തന്നെ എത്ര വർഷം കഴിഞ്ഞാലും പുതിയ ജനറേഷനാണ് ഇപ്പോൾ. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ 93 ആ കാലഘട്ടത്തിലാണ് 10ാം ക്ലാസ് ഒക്കെ പഠിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലെ അധ്യാപകരെ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഇപ്പോൾ ആ രീതി എല്ലാം മാറി. അധ്യാപകരോട് സ്നേഹമില്ലെന്നല്ല, എന്നാലും കുറച്ച് അകൽച്ച നിങ്ങൾ കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അതുപോലെ രക്ഷകർത്താക്കളോട് പറയുവാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ രക്ഷകർത്താക്കൾ ഒരിക്കലും നമ്മുടെ അധ്യാപകരെ കുറ്റം പറയരുത്. ഈ ഒരു അവസരത്തിൽ പറയേണ്ട കാര്യമല്ല. ഈ സ്കൂളിൽ കുറച്ച് നാളുകൊണ്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒരു കാലഘട്ടമാണ് ഈ സമയം. നമ്മുടെ അധ്യാപകര്, നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ പ്രിൻസിപ്പൽ സാറിനെടുത്താലും നമ്മുടെ മാനേജറെടുത്താലും പരാതികളുടെ ഒരു പ്രവാഹം തന്നെയാണ്. അതിലൊരു കഴമ്പില്ലാത്ത പരാതികളുമുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അധ്യാപകരുടെ ഒരു കണ്ണുനീര് വീണാൽ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് ദോഷം വരും. ആ ഗുരുസ്ഥാനീയരായ അധ്യാപകരെ എന്നും നിങ്ങൾ ഓർക്കപ്പെടണം. ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, സ്കൂളിന്റെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, നിങ്ങൾ രക്ഷകർത്താക്കളോട് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി നമ്മുടെ നിരപരാധികളായ അധ്യാപകരെ ക്രൂശിക്കുന്ന ഒരു നിലപാട് നിങ്ങൾ നിർത്തണം. ഞാൻ ഒരാഴ്ച കൊണ്ട് കാണുന്ന ഓരോ പരിപാടികളാണ് കാണുന്നത്. അതുകൊണ്ട് എന്റെ എല്ലാ കുഞ്ഞുങ്ങളും അധ്യാപകരെ വളരെ സ്നേഹത്തോടെ കാണണം. അതുപോലെ രക്ഷകർത്താക്കളെ കാണണം. നമ്മൾ സ്നേഹത്തിന്റെ ഒരു പര്യായമായി തന്നെ മാറണം. മതേതരത്വം നിലനിർത്തുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് നമ്മുടേത്. അത് നമ്മൾ എന്ന് നിലനിർത്തി പോകണം. നമുക്ക് എന്ന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഓണാശംസകൾ നേരുന്നു. ഓണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഓണാഘോഷിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം ഈ പറഞ്ഞ കണക്ക് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, കുളമുണ്ട്, ആറുണ്ട്, ഓരോ നമ്മൾ പേപ്പറിൽ കാണുന്നതാണ്. കാരണം ഓണാഘോഷം കഴിയുമ്പോഴത്തേന് പേപ്പറിൽ കാണും, ഇന്ന കുഞ്ഞ് ആറ്റിൽ വീണ് മരിച്ചു, കുളത്തിൽ വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊന്നും ഉണ്ടാവാതെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഓണം ആഘോഷിക്കണം. നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിക്കണം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കരുതൽ വേണം. അതുകൊണ്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.